പത്തനംതിട്ട കൊറ്റനാട് പഞ്ചായത്തിൽ ലൈവ് പദ്ധതിയിലൂടെ ലഭിച്ച വീട് ജപ്തി ചെയ്ത സംഭവത്തിൽ തെറ്റ് സമ്മതിച്ച് മുൻ ഭൂവുടമ. കേരള ബാങ്കിൽ വായ്പ നിലനിൽക്കെയാണ് മറ്റൊരാൾക്ക് ഭൂമി കൈമാറിയത് എന്ന് വിജയകുമാരൻ നായർ പറഞ്ഞു. എന്നാൽ വായ്പയുള്ള കാര്യം ഭൂമി മേടിച്ചവർക്ക് അറിയാമായിരുന്നു എന്ന വാദം ഇപ്പോഴത്തെ ഉടമ പ്രഹ്ലാദൻ വീണ്ടും നിഷേധിച്ചു. മുൻ ഭൂവുടമ വിജയകുമാരൻ നായർ എടുത്ത ലോണിന്റെ പേരിലാണ് കൊറ്റനാട് സ്വദേശി പ്രഹ്ലാദിന് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ലഭിച്ച വീടും സ്ഥലവും കേരള ബാങ്ക് ജപ്തി ചെയ്തത്. എന്നാൽ ഭൂമി കൈമാറിയതിൽ വീഴ്ചയുണ്ടായെന്ന് സമ്മതിക്കുകയാണ് വിജയകുമാരൻ നായർ. തനിക്ക് തെറ്റുപറ്റിയെന്നും ബാങ്കിൽ ലോൺ നിലനിൽക്കെ സ്ഥലം മറ്റൊരാൾക്ക് വിൽക്കാൻ പാടില്ലായിരുന്നുവെന്നും വിജയകുമാരൻ നായർ. ഇത് രജിസ്റ്റർ ആകുമായിരുന്നു ഉറപ്പ് കിട്ടിയോണ്ടല്ലേ ഞാൻ ഒപ്പിട്ട് കൊടുക്കൂല. ഇപ്പൊ ഇങ്ങനെ പറ്റി. അത് കഴിഞ്ഞ് ഇപ്പൊ ഈ വസ്തു ലാസ്റ്റ് വിൽക്കാൻ വേണ്ടി ബാങ്കുകാർ ഒത്തിരി കളിച്ചു. എന്റെ ഭാഗം തെറ്റുപറ്റി എനിക്കറിയാം. പക്ഷെ രജിസ്റ്റർ ആകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. ആധാരം ഇല്ലല്ലോ, ആധാരം ഇല്ലാണ്ടെങ്കിൽ രജിസ്റ്റർ ആകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് പറ്റിപ്പോയി. സ്ഥലത്തിന്മേൽ കേരള ബാങ്കിൽ ലോണുള്ള കാര്യം പ്രഹ്ലാദന്റെ വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്നും വിജയകുമാരൻ നായർ പറയുന്നു. എന്നാൽ ബാങ്കിൽ വായ്പയുള്ള കാര്യം മറച്ചുവെച്ചാണ് ഭൂമി തങ്ങൾക്ക് വിറ്റതെന്ന് നിലവിലെ ഭൂവുടമ പ്രഹ്ലാദന്റെ കുടുംബം വ്യക്തമാക്കി. അതേസമയം ചട്ടങ്ങൾ പാലിച്ചാണ് ജപ്തി നടപടികൾ പൂർത്തിയാക്കിയതെന്നാണ് കേരള ബാങ്ക് നൽകുന്ന വിശദീകരണം. മുൻ ഭൂവുടമയും നിലവിലെ ഉടമയും തമ്മിലെ ഇടപാട് പോലീസ് സഹായത്തോടെ അന്വേഷിക്കുമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. വില്ലേജ് ഓഫീസിൽ സംഭവിച്ച പിഴവാണ് ലോണുണ്ടായിരുന്ന ഭൂമിയുടെ ക്രയവിക്രയത്തിന് വഴിയൊരുക്കിയതെന്നാണ് റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. റവന്യൂ ഉദ്യോഗസ്ഥർ ഇതു സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. 24 പത്തനംതിട്ട.